കൊല്ലാൻ നോക്കുന്നതിനെ പോലും രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഇളിച്ചുകൊണ്ട് സ്വാഗതം ചെയ്ത ഒരു ആഭ്യന്തരമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഇതുമല്ല ഇതിന്റെ അപ്പുറം നടക്കും. കേരളത്തിലെ ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, സാധാരണ മനുഷ്യർക്ക് യാതൊരു വിധത്തിലും മനുഷ്യാവകാശങ്ങൾ ഉറപ്പ് നൽകാൻ പറ്റാത്ത ഒരു സേനയായിട്ട് ഇത് അധപ്പതിച്ചിരിക്കുക. ശ്രീ ജിൻഡോ ജോൺ, ഒരു സ്വകാര്യ അന്യായത്തിന്മേൽ ക്രിമിനൽ വിചാരണ നടപടിക്രമങ്ങൾ ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ആ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇവർക്കെതിരെ വകുപ്പ് തല നടപടി നേരത്തെ എടുത്തതാണ്. ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല നടപടി എടുത്തു. 2 ഇൻക്രിമെന്റ് ബാർ ചെയ്തു. ഇതായിരുന്നു വകുപ്പ് തല നടപടി. പക്ഷേ ഇന്നലെ DGP രവത ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം ആ നടപടി കുറഞ്ഞുപോയി, അത് പുനഃപരിശോധിക്കുമെന്നാണ്. പോലീസ് നിയമം അനുസരിച്ച് ഈ ശിക്ഷാ നടപടി പുനഃപരിശോധിക്കാനുള്ള റിവിഷനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ആ നടപടി എന്ന് പറയുന്നത്, അതായത് പോലീസിന് ആഭ്യന്തരമായി എടുക്കാൻ കഴിയുന്ന നടപടി എന്നുള്ളത് ടെർമിനേഷൻ വരെ എത്താം, അങ്ങനെ ആവാം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. അത് സംബന്ധിയായ നിയമോപദേശം പോലീസിന് DGPക്ക് കിട്ടിയിട്ടുമുണ്ട്. അതനുസരിച്ച് ഇത് ടെർമിനേഷനിലേക്ക് തന്നെ, അതായത് ഈ ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടലിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, ഞങ്ങൾ അങ്ങനെ ടെർമിനേഷനിലേക്കാണ് പോകുന്നതെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കാറായിട്ടില്ല. കാരണം ഈ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് സർവീസിൽ തുടർന്നുകൊണ്ട് സുജിത്തിൻ്റെ അടക്കം നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റി നാണമില്ലാതെ ജോലി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ആളുകളാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. അതുകൊണ്ട് ടെർമിനേഷനിലേക്ക് പോകുമെന്നുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ പങ്കുവയ്ക്കാൻ പറ്റില്ല. അത് സംഭവിച്ച് കാണട്ടെ. ഇവിടെ പ്രേംകുമാർ അല്പം മുമ്പ് സംസാരിച്ച അന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവർ 4 പേരല്ല, സുജിത്ത് പറയുന്നു 5 പേരാണെന്ന്. ഈ 5 നരാധവന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അതിര് കവിഞ്ഞ സംരക്ഷണം കൊടുത്തതായിട്ട് പ്രേംകുമാറിന് തോന്നുന്നില്ല അത്രേ. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്, എന്നെ നിങ്ങളൊരു കോൺഗ്രസ് പ്രതിനിധി എന്നുള്ളതിനേക്കാൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതി കാണുക. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് കേരളത്തിലെ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടന്നിട്ട് അവർ 2 വർഷക്കാലം കേരളത്തിലെ പോലീസ് യൂണിഫോം അണിഞ്ഞുകൊണ്ട് സർക്കാർ ശമ്പളം പറ്റി സുജിത്തിന്റെ അടക്കം നികുതി പണത്തിൽ നിന്ന് നാണവും ഉളുപ്പുമില്ലാതെ ശമ്പളം പറ്റി ജീവിക്കാൻ സൗകര്യം കിട്ടിയിട്ട് അതിര് കഴിഞ്ഞ സംരക്ഷണം കിട്ടിയില്ല എന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? ഇവരെ അന്ന് പുറത്താക്കണമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ട് പരിശോധിച്ചു, അവർക്ക് ട്രാൻസ്ഫർ കൊടുത്തു, ഇൻക്രിമെന്റ് തടഞ്ഞു എന്ന് പറഞ്ഞു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ ആ നടപടികൾ സ്വീകരിച്ചത്? ഈ ദൃശ്യങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഈ 5 ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമല്ല, ഈ 5 ഉദ്യോഗസ്ഥരെയും 2 വർഷക്കാലം ഈ സർവീസിൽ തുടരാൻ സൗകര്യം ചെയ്തു കൊടുത്ത, അന്ന് ഒത്താശ ചെയ്തു കൊടുത്തവരും ആരൊക്കെയാണെന്ന് പൊതുസമൂഹത്തിന് അറിയണം. കാരണം ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് അക്രമം നേരിടുന്നു എന്നുള്ളത് മാത്രമല്ലെന്നേ, ഇന്നിപ്പോ കണ്ണനല്ലൂരിലെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിക്ക് അക്രമം നേരിട്ടു എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയുമ്പോൾ CPM-ന്റെ പ്രവർത്തകർ പാർട്ടി തീരുമാനം മറ്റൊന്നാണെന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ മുമ്പിൽ ഷട്ടർ ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരളത്തിലെ ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, സാധാരണ മനുഷ്യർക്ക് യാതൊരു വിധത്തിലും മനുഷ്യാവകാശങ്ങൾ ഉറപ്പ് നൽകാൻ പറ്റാത്ത ഒരു സേനയായിട്ട് ഇത് അധപ്പതിച്ചിരിക്കുക. 2016 മുതൽ 25 വരെയുള്ള ഒരു കണക്കെടുക്കുമ്പോൾ ഏകദേശം 800-ലധികം അക്രമ സംഭവങ്ങൾ പോലീസുകാരുടെ ഭാഗത്തു നിന്നായിട്ട് നടന്നു എന്നുള്ള പരാതികളുണ്ട്. അതായത് 10,000-ഓളം പോലീസുകാർ ആക്ഷേപത്തിന് വിധേയമാക്കി നിൽക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഞാനിവിടെ ഒരു കാര്യം കൂടി അഭിലാഷ സൂചിപ്പിക്കാനുണ്ട്. നമ്മൾ ഓരോ ചർച്ച കഴിയുമ്പോഴും ആ വിഷയം വിട്ടുകളയും. ഇപ്പൊ സുജിത്തിനെ നമ്മൾ 2-3 ദിവസം കഴിയുമ്പോൾ വിട്ടുകളയും. അതുപോലെ തന്നെയാണ് നമ്മൾ വിട്ടുകളഞ്ഞത് 2017 വരാപ്പുഴയിൽ ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ 29 വയസ്സുകാരനെ വീട്ടിൽ നിന്ന് ആളുമാറി പിടിച്ചുകൊണ്ടുപോയി ആലുവയിലെ റൂറൽ SP AV ജോർജിന്റെ നേതൃത്വത്തിലുള്ള ടൈഗർ ഫോഴ്സ് ഇടിച്ച് വാരിയല്ലൊടിച്ച് കൊന്നുകളഞ്ഞു. അതിലെ കുറ്റക്കാർക്ക് എന്ത് നടപടി സ്വീകരിച്ചു? ഒരു ട്രാൻസ്ഫർ നടത്തി, ചിലർക്കെതിരെ സസ്പെൻഷൻ കൊടുത്തു. സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ച് സർവീസിൽ വന്നപ്പോൾ ആ സസ്പെൻഷൻ കാലാവധിയിൽ പിടിച്ചു വെച്ച ആ ശമ്പളം പോലും ഒന്നിച്ച് നൽകിക്കൊണ്ട് അവരെ സംരക്ഷിച്ചു. ശ്രീജിത്തിനെ തിരിച്ചു നൽകാൻ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞോ? അതുപോലെ തന്നെയാണ് 2019 49 വയസ്സുള്ള രാജ്കുമാറിനെ നെടുങ്കണ്ടത്ത് ഉരുട്ടി ഇടിച്ചു കൊന്നത്. അതുപോലെ തന്നെയാണ് കൊല്ലത്ത് കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ മനുഷ്യനെ 39-കാരനെ ഇടിച്ചു കൊന്നത്. കാളിമുത്തു എന്ന് പറയുന്ന 48-കാരനെ തലശ്ശേരിയിൽ ഇടിച്ചു കൊന്നത്. അതുപോലെ തന്നെയാണ് അബ്ദുൾ ലത്തീഫ് എന്ന് പറയുന്ന 49-കാരനെ വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഇടിച്ചു കൊന്നത്. നവാസ് എന്ന് പറഞ്ഞ 27-കാരനെ മണർകാട് പോലീസ് സ്റ്റേഷനിൽ ഇടിച്ചു കൊന്നത്. വിനായകൻ എന്ന് പറഞ്ഞ 19-കാരനെ ഇടിച്ചിട്ട് പിന്നെ നമ്മൾ കാണുന്നത് 19-കാരനായിട്ടുള്ള വിനായകൻ തൃശ്ശൂർ മരണപ്പെട്ട നിലയിലാണ്. അതുപോലെ രഞ്ജിത്ത് കുമാർ എന്ന് പറയുന്ന 35 വയസ്സുകാരനെ മലപ്പുറത്ത് ഇതുപോലെ കൊന്നു കളഞ്ഞു. നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ 8-9 വർഷക്കാലമായിട്ട് ഏകദേശം 10-50ഓളം ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യർ, യുവാക്കന്മാർ കേരളത്തിലെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം മരണപ്പെട്ട നിലയിൽ കണ്ടിട്ടുണ്ട്. അവർക്കെതിരെ, ആ കാര്യത്തിലൊക്കെ ഉത്തരവാദികളായിട്ടുള്ള പോലീസുകാർക്കെതിരെ എന്ത് നടപടികളെടുത്ത്? ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഒരു ജാഥയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ, രാഷ്ട്രീയ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തലയിൽ അടിച്ചു കൊല്ലാൻ നോക്കുന്നത്,
അങ്ങനെ കൊല്ലാൻ നോക്കുന്നതിനെ പോലും രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഇളിച്ചുകൊണ്ട് സ്വാഗതം ചെയ്ത ഒരു ആഭ്യന്തരമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഇതുമല്ല ഇതിന്റെ അപ്പുറം നടക്കും. എന്നിട്ട് പറയും ഇവർക്ക് അതിര് കഴിഞ്ഞ ഒരു സംരക്ഷണം കൊടുത്തില്ലെന്ന്. ഏറ്റവും വലിയ സംരക്ഷണം കൊടുത്തത് 2 വർഷക്കാലം സർക്കാർ ശമ്പളം പറ്റി സർവീസിൽ ഒളിച്ചിരിക്കാൻ പറ്റി എന്നുള്ളതാണ്. ശരി, ഇത് സംരക്ഷണമാണ് എന്ന് കോൺഗ്രസ് സ്വാഭാവികമായും കാണും. ഇപ്പോ വരുന്ന ഈ നടപടി പര്യാപ്തമാണോ?